മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കോടന്നൂരിൽ സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് ഈ സാഹസ് യാത്ര എന്നുള്ള പേരിട്ടത് എന്ന് ഷെബി മേത്തറോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇത് പഞ്ചായത്തുകൾ തോറും പഞ്ചായത്തിലേക്കാണ് ഈ യാത്ര എത്തുന്നത്. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കൾ വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട്. കാൽനട യാത്രകൾ നടത്തിയിട്ടുണ്ട്, അസംബ്ലി തലത്തിലുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട്, ജില്ലാ തലത്തിലുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടുള്ള മറ്റാളുകളും ഇതുപോലൊക്കെ തന്നെ വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പെണ്ണൊരുത്തി ഒരു യാത്ര നടത്തുകയാണ്. അത് 568 പഞ്ചായത്തുകൾ പിന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ആ പെണ്ണൊരുത്തി വിരൽ ചൂണ്ടുന്നത് ഈ സർക്കാരിനെതിരാണ്. ആ പെണ്ണുരുത്തി സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദിക്കെതിരെയാണ്. നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടുന്നത് കോടന്നൂരിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ രാജ്യസഭയിൽ പല ബില്ലുകളും വരുമ്പോൾ ആ ബില്ല് അവതരിപ്പിക്കാൻ വരുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ രാജ്യസഭയിൽ പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിന്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് രാജ്യസഭയിൽ സംസാരിക്കുന്നതും ഈ പെണ്ണുരുത്തിയാണ്. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. AICC മെമ്പർ രമ്യ ഹരിദാസ്, KPCC സെക്രട്ടറി പ്രസാദ്, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TK പൊറിഞ്ചു, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് നന്ദകുമാർ കോങ്ങാട്ടിൽ, ബിജു പണിക്കശ്ശേരി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗിരിജ ഗോപിനാഥ്, പഞ്ചായത്ത് അംഗം ജൂബി ചെറിയത്ത്, മാലതി പരമേശ്വരൻ, ബിന്ദു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി ജീവിച്ച മുൻനിര പോരാളിയായി, കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായി ബ്രിട്ടീഷുകാരനോട് യുദ്ധം ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത ഗാന്ധിയെ വധിച്ചു. കോടതി മുറിക്കുള്ളിലെത്തി ഗാന്ധിയെ വധിച്ചത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ ഗാന്ധിജി നേതൃത്വം കൊടുക്കുന്നു, അതുകൊണ്ട് ഞാൻ ഗാന്ധിജിയെ, മഹാത്മജിയെ വധിച്ചു എന്ന് പറഞ്ഞ ആളുകളാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരേ ഒരു പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അവിടം കൊണ്ടും തീർന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയങ്കരിയായ പുത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പഞ്ചാബിലെ ചില ആളുകൾ കടന്നു വന്ന് പറഞ്ഞു, ഈ രാജ്യത്തിന് ഞങ്ങൾക്കൊരു സംസ്ഥാനത്തിനെ ഒരു രാജ്യമാക്കി വിഭജിക്കണം, പഞ്ചാബിനെ ഒരു രാജ്യമാക്കി വിഭജിക്കണമെന്ന് പറഞ്ഞ ആളുകളോട് സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോകാം, ഈ രാജ്യത്ത് നിന്ന് പഞ്ചാബിനെ കീറി മുറിക്കുവാൻ അനുവദിക്കുകയില്ല, എന്റെ ശരീരം കീറി മുറിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ ശ്രീമതി ഗാന്ധി